ഗൈസ് ഫസ്റ്റ് തന്നെ ക്യൂട്ട്നെസ് ഇട്ട് പോകണമെന്ന് എങ്ങോട്ട് അറിയും ചെരുപ്പ് ഷോളും എടുക്കാൻ പോവുക. ഗൈസ് ഇതാണ് എൻ്റെ ട്യൂഷൻ സെൻറ്റർ. ഈ ഷട്ടർ ഇട്ടതല്ല എൻ്റെ മോളിയാണ് നമ്മൾ യുദ്ധം തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഷോപ്പ് കയറി. അവിടുത്തെ ചെരുപ്പ് എനിക്ക് ലൈക്ക് ആവാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് കയറി. അവിടുത്തെ ഏകദേശം എല്ലാ ചെരുപ്പും ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് കയറി. എന്നിട്ട് നമ്മൾ ബസാർ ഫുൾ തെണ്ടുകയായിരുന്നു ഗൈസ് ഒരു ചെരുപ്പിൻ്റെ പീടിയെ നോക്കിയിട്ട്. എന്നിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ ചെറുവറ്റയിലെ ഷോപ്പിൽ പോയി. അവിടുന്ന് ചെരുപ്പ് എടുത്തിട്ടേ തിരിച്ച് വരുമോ എന്നുള്ളൊരു വാശിക്ക് പോയി. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെ പോയി ചെരുപ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ വേഗം വീട്ടിൽ പോയിട്ട് കുറേ പണി. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഓർക്കണത് ഷോൾ വാങ്ങിയില്ലാന്ന്. പിന്നെ പോട്ടെ വിചാരിച്ചു നമ്മൾ വാങ്ങിയ ചെരുപ്പ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളി. എന്നിട്ട് നമ്മൾ നാളത്തെ ട്യൂഷനിലേക്കുള്ള ബുക്കൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ നോക്കിയപ്പോഴാണേലോ നമ്മൾ ബുക്കിൽ പേര് എഴുതിയില്ലേനു. എന്നിട്ട് പേരും ക്ലാസ്സും ഡിവിഷനും അങ്ങനെ അതൊക്കെ എഴുതി. എന്നിട്ട് നേരെ ബാഗിലേക്ക് വെച്ച് എന്നിട്ട് നമ്മൾ യൂണിഫോം അയൺ ചെയ്യാണ്. രാത്രി തന്നെ അയൺ ചെയ്ത് വെക്കണം, ബിക്കോസ് നമുക്ക് രാവിലെ ട്യൂഷന് പോകുമ്പോൾ ഇടാനുള്ളതാണ്. അയണൊക്കെ ചെയ്തതിന് ക്ഷീണത്തിൽ നമ്മൾ ഒരു ജ്യൂസും കുടിച്ചിട്ട് നേരെ ബെഡിലേക്ക് വീണു. എന്നിട്ട് രാവിലെ ആയപ്പോൾ എണീച്ചിട്ട് നമ്മൾ യൂണിഫോം എടുത്തിട്ട് മുടിയൊക്കെ വാർന്ന് പിന്നെ ഐലൈനറൊക്കെ എഴുതി അങ്ങനെ സെറ്റാക്കി. എന്നിട്ട് നമ്മൾ ഷോളും ഇട്ട് എന്നിട്ട് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ബാഗും എടുത്ത് ട്യൂഷന് പോയി. എന്നിട്ട് വന്നിട്ട് നമ്മൾ ബോട്ടിലെ വെള്ളമൊക്കെ നിറച്ച് ബാഗിലെടുത്തിട്ട് എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കപ്പയും മീൻകറിയും ഗൈസ്. ഓഫ് ഇപ്പം തന്നെ വയൽ വെള്ളം വരുന്നു. പിന്നെ മഫ്തൊക്കെ കുത്തി ദിവസമായതുകൊണ്ട് കുറച്ച് ആർഭാടത്തിന് നമ്മൾ അത്തരൊക്കെ പൂശി നമ്മൾ പുതിയ ചെരുപ്പിട്ടു. എന്നിട്ട് നമ്മൾ സ്കൂളിൽ പോയി. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.